നമസ്കാരം. ബഹുമാന്യരെ, പുളുങ്ങുന്ന് അമലോത്ഭവ LP സ്കൂളിന്റെ 2025-26 അധ്യയന വർഷത്തെ സ്കൂൾ റിപ്പോർട്ട്. അറിവ് പകർന്നു നൽകിയ അക്ഷരമുറ്റങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് നക്ഷത്രങ്ങളെ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് വഴി നടത്തിയ നമ്മുടെ അമലോത്ഭവ സ്കൂൾ ഇന്ന് അതിന്റെ അഭിമാനകരമായ 128 വർഷങ്ങൾ പിന്നിടുന്നു. മാറുന്ന കാലത്തിന്റെയും വളരുന്ന വിജ്ഞാനത്തിന്റെയും സ്പന്ദനങ്ങൾ ഉൾക്കൊണ്ട് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ ഒരു ജനതയെ സൃഷ്ടിച്ചെടുത്ത ഈ വിദ്യാലയ മുത്തശ്ശിയുടെ 127ാമത് വാർഷികം 2025 മാർച്ച് മാസം 5-ാം തീയതി സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. പുളുങ്ങുന്നു ഫൊറോന വികാരി റവറന്റ് ഡോക്ടർ ടോം പുത്തങ്കളം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ലോക്കൽ മാനേജർ റവറന്റ് സിസ്റ്റർ ജ്യോതിസ് മരിയ CMC സമ്മേളനത്തിന് അധ്യക്ഷയായിരുന്നു. വർണ്ണാഭമായ കലാപരിപാടികളും സമ്മാനദാനങ്ങളും കൊണ്ട് ശ്രദ്ധേയമായ നമ്മുടെ ദിനാഘോഷം 5 മണിയോടെ സമാപിച്ചു. സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ്. അമലോത്ഭവ സ്കൂളിന്റെ കരുത്തായി ഒരു കാര്യക്ഷമമായ സ്കൂൾ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നു. 3 വർഷങ്ങൾ നമ്മുടെ സ്കൂളിന്റെ ലോക്കൽ മാനേജറായിരുന്ന റവറന്റ് സിസ്റ്റർ ജ്യോതിസ് മരിയ CMC സ്ഥലം മാറിപ്പോയപ്പോൾ റവറന്റ് സിസ്റ്റർ ജോളി തെരേസ് CMC ലോക്കൽ മാനേജറായി കടന്നുവന്നു. ഹെഡ് മിസ്ട്രസായി ശ്രീമതി അന്നമ്മ ജോസഫും ഒപ്പം കുട്ടികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ ടീച്ചർ ഉൾപ്പെടെ 11 അധ്യാപകരും 2 അനധ്യാപകരും സേവനം ചെയ്യുന്നു. 1 മുതൽ 4 വരെ ക്ലാസുകളിലായി 155 കുട്ടികളും KG ക്ലാസ്സിൽ 40 കുട്ടികളും പഠിച്ചുവരുന്നു. വർഷാരംഭത്തിൽ തന്നെ ബഹുമാനപ്പെട്ട അന്നമ്മ ടീച്ചറിന്റെ നേതൃത്വത്തിൽ സ്റ്റാഫ് കൗൺസിൽ ചേർന്ന് സ്കൂളിന്റെ 1 വർഷത്തെ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും അതനുസരിച്ച് പ്രാവർത്തികമാക്കി വരികയും ചെയ്യുന്നു. സീനിയർ അസിസ്റ്റന്റ് നോൺ മീൽ ഇൻചാർജായി ജൂബി ടീച്ചറും PTA സെക്രട്ടറി, സ്റ്റാഫ് സെക്രട്ടറി എന്ന നിലയിൽ ടിൻഡു ടീച്ചറും സ്കൂൾ ബർസാറായി സിസ്റ്റർ അനീറ്റ CMCയും SRG കൺവീനറായി അൻസു ടീച്ചറും പ്രവർത്തിച്ചു വരുന്നു. പ്രവേശനോത്സവം. ഈ വർഷത്തെ പ്രവേശനോത്സവം സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച തീയതികളിൽ നടത്താനായില്ലെങ്കിലും ജൂൺ 9 പഞ്ചായത്ത് തല പ്രവേശനോത്സവം നമ്മുടെ അമലോത്ഭവ സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. അറിവിന്റെ വെളിച്ചം തേടി അമലോത്ഭവത്തിലെത്തിയ കുരുന്നുകളെ സ്വീകരിക്കുവാൻ വളരെ വിപുലമായ ഒരുക്കങ്ങൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഏറ്റവും മനോഹരമാക്കുവാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. PTA ക്ലാസ് PTA സ്കൂളിന്റെ പുരോഗതിക്കായി അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു ശക്തമായ PTA എന്നും അമലോത്ഭവത്തിന്റെ മുതൽക്കൂട്ടാണ്. ഓരോ ക്ലാസ്സിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഒന്നുചേർന്ന് ഈ വർഷം PTA പ്രസിഡന്റായി ശ്രീ അഭിലാഷ് MK തിരഞ്ഞെടുത്തു. ശ്രീമതി ബിജിമോൾ PTA പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. എല്ലാ മാസവും തന്നെ ക്ലാസ് PTAയും PTA എക്സിക്യൂട്ടീവും കൃത്യമായി നടത്തുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിലായി PTA ഏറ്റെടുത്തു നടത്തുന്ന വ്യത്യസ്തമായ ഒരു പ്രവർത്തനമാണ് ബിരിയാണി ചലഞ്ച്. അതിന് നമ്മുടെ അഭ്യുദയകാംക്ഷികളും മാതാപിതാക്കളും നൽകുന്ന സഹകരണം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഈ വർഷം നമ്മുടെ KG സെക്ഷൻ കളർഫുൾ ആക്കിയത് അതിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ടാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഏറെ നന്ദിയോടെ ഓർക്കട്ടെ. പഠന പ്രവർത്തനങ്ങൾ. SCERT സിലബസിന്റെ അടിസ്ഥാനത്തിൽ കേരള സിലബസ് ഇംഗ്ലീഷ് മീഡിയം ആൻഡ് മലയാളം മീഡിയമാണ് നമ്മുടേത്. രാവിലെ 9:30 മുതൽ 3:30 വരെയാണ് അധ്യയന സമയം. 9 മുതൽ 9:25 വരെയും വൈകുന്നേരം 3:30 ശേഷവും പിന്തുണാ പ്രവർത്തനങ്ങൾ പ്രത്യേകമായി നടത്തുന്നു. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ അസംബ്ലി ഇംഗ്ലീഷ് മലയാളം ഭാഷകളിൽ മാറി മാറി നടത്തുന്നു. ഇംഗ്ലീഷ്, മലയാളം, ഗണിതം, പരിസര പഠനം എന്നീ വിഷയങ്ങൾക്ക് പുറമെ GK, ഗ്രാമർ, ഹിന്ദി വിഷയങ്ങൾക്ക് പ്രത്യേക കോച്ചിംഗ് നൽകുന്നു. കലാകായിക, ആരോഗ്യ, പ്രവൃത്തി പരിചയ, IT മേഖലകളിൽ അധിഷ്ഠിതമായ നമ്മുടെ
ആത്മീയ പരിശീലനം. എല്ലാ ആഴ്ചയിലും മതപഠനത്തിനും സന്മാർഗ പഠനത്തിനുമായി സമയം നീക്കിവച്ചിരിക്കുന്നു. ജൂലൈ മാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച സ്കൂൾ വെഞ്ചരിച്ച് ജീസസ് കിഡ്സിന്റെ ഉദ്ഘാടനം പുളുങ്ങുന്നു ഫൊറോന അസിസ്റ്റന്റ് വികാരി നിർവഹിച്ചു. എല്ലാ വെള്ളിയാഴ്ചയും കുട്ടികൾ ഒന്നു ചേർന്ന് മാതാവിന്റെ ഗ്രോട്ടോയുടെ മുൻപിൽ കരുണക്കൊന്തി ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഒക്ടോബർ മാസത്തെ ജപമാല പ്രാർത്ഥന, നൂറുമേനി ബൈബിൾ പഠനം, ക്രിസ്തുവിന്റെ രാജത്വ തിരുനാൾ, മറ്റു ക്രിസ്തീയ ദിനാചരണങ്ങൾ എന്നിവ ജീസസ് കിഡ്സിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. എല്ലാ ബുധനാഴ്ചയും ഒരു പുവർ ഫണ്ട് കളക്ഷൻ നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ തുക അർഹതയുള്ളവരെ കണ്ടെത്തി നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. സ്കൂൾ ഡേ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ. ഡിസംബർ 8 അമലോത്ഭവ മാതാവിന്റെ തിരുനാളിനൊരുക്കമായി 9 ദിവസത്തെ നൊവേന വിവിധ ക്ലാസുകാരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. സ്കൂൾ ഡേയോടനുബന്ധിച്ച് വിവിധ ആഘോഷ പരിപാടികളും നടത്തുന്നു. ഈ വർഷം അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ ഏറ്റുകഴിച്ചത് ടിറ്റി ടീച്ചറും കുടുംബവും ആണ്. ഡാൻസ് പരിശീലനം. കോ കരിക്കുലർ ആക്ടിവിറ്റിയായി നമ്മുടെ സ്കൂളിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡാൻസ് ആണ്. ബഹുമാനപ്പെട്ട അമ്പിളി ടീച്ചറിന്റെ നേതൃത്വത്തിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നൃത്ത പരിശീലനം നടത്തപ്പെടുന്നു. അവരുടെ പ്രകടനങ്ങൾ നമുക്ക് ഈ വേദിയിൽ കാണാൻ സാധിക്കും. ക്ലബ്ബുകൾ. കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിനും സ്വഭാവ രൂപീകരണത്തിനും സഹായിക്കത്തക്ക രീതിയിൽ വിവിധ ക്ലബ്ബുകൾ കുട്ടികൾ തന്നെ ലീഡർമാരായി അധ്യാപകരുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നു. ദിനാചരണങ്ങൾ. കുട്ടികളിൽ സാമൂഹിക ബോധം, മൂല്യബോധം, സർഗാത്മക ചിന്ത, രാഷ്ട്രീയ സേവനം, പാരിസ്ഥിതിക ബോധം തുടങ്ങിയവ സൃഷ്ടിക്കാൻ ജൂൺ മാസം മുതൽ തന്നെ എല്ലാ ദിനാചരണങ്ങളും ദേശീയ ആഘോഷങ്ങളും അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൽ നടത്തിവരുന്നു. സ്കൂൾ ലൈബ്രറി. 2500-ലധികം പുസ്തകങ്ങളുടെ ശേഖരവുമായി നമ്മുടെ സ്കൂൾ ലൈബ്രറി വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. അധ്യാപകരും കുട്ടികളും ഒന്നു ചേർന്ന് വായനയിൽ താൽപര്യത്തോടെ പങ്കുചേരുന്നുവെന്ന് അഭിമാനപൂർവ്വം പറയട്ടെ. 2025 ജൂൺ 19 ആരംഭിച്ച നമ്മുടെ വായനോത്സവം അധ്യാപക വായന, അമ്മ വായന, സഹവർത്ത വായന, കുട്ടി വായന എന്നീ തലങ്ങളിലൂടെ കടന്ന് കുട്ടികളെ സ്വതന്ത്ര വായനക്കാരായി മാറ്റുന്നു. സ്ഥിരമായി പുസ്തകം വായിക്കുന്ന കുട്ടി വായനക്കാർ 30-ലധികം നമ്മുടെ സ്കൂളിലുണ്ട്. ഏറ്റവും അധികം പുസ്തകങ്ങൾ വായിച്ച കുട്ടിയായി 1-ാം ക്ലാസ്സിലെ എറിക് അഗസ്റ്റിൻ സഞ്ജു തെരഞ്ഞെടുക്കപ്പെട്ട വിവരം ഏറെ സന്തോഷത്തോടെ അറിയിക്കട്ടെ. സ്കൂൾ നേട്ടങ്ങൾ. ഈ വർഷം ചമ്പക്കുളം സെന്റ് മേരീസ് സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ട മങ്കൊമ്പ് ഉപജില്ലാ കലോത്സവത്തിൽ 28 സ്കൂളുകളെ പിന്തള്ളി 100% വിജയം നേടി 15 വർഷങ്ങൾക്ക് ശേഷം അമലോത്ഭവത്തിന്റെ കുട്ടികൾ ഓവറോൾ കിരീടം സ്വന്തമാക്കി. കൈനഗിരി ഹോളി ഫാമിലി ഹൈസ്കൂളിൽ വെച്ച് നടത്തപ്പെട്ട ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ മേളകളിൽ മിന്നും വിജയം നേടി നമ്മുടെ കുട്ടികൾ സ്കൂളിന്റെ യശസ് ഉയർത്തി. സാമൂഹ്യശാസ്ത്ര മേളയിൽ 1-ാം സ്ഥാനവും ശാസ്ത്ര ഗണിതശാസ്ത്ര മേളകളിൽ 2-ാം സ്ഥാനവും പ്രവൃത്തി പരിചയമേളയിൽ 3-ാം സ്ഥാനവും നേടിയത് എടുത്തു പറയത്തക്ക നേട്ടമായിരുന്നു. 2024-25 അധ്യയന വർഷം പുളുങ്കുന്നു പഞ്ചായത്തിൽ LSS സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ മാത്രമായിരുന്നു. ആദിനാഥ് ജയൻ, ആരവ്, മിലൻ ജോൺ എന്നീ കുട്ടികളാണ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയത്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ചങ്ങനാശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ് വിജ്ഞാനോത്സവം സ്കോളർഷിപ്പ് പരീക്ഷയിൽ നമ്മുടെ സ്കൂളിൽ നിന്നും അഭിരാമി സന്തോഷ് 2-ാം റാങ്ക് കരസ്ഥമാക്കി സ്കോളർഷിപ്പിന് അർഹയായി. പുളുങ്ങുന്ന് സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ട റവറന്റ് ഫാദർ ആന്റണി വള്ളവന്തറ മെമ്മോറിയൽ ക്വിസ് കോമ്പറ്റീഷനിൽ 3-ാം സ്ഥാനം നമ്മുടെ സ്കൂളിൽ നിന്നും അഭിരാമി, അഭിമന്യു എന്നിവർ കരസ്ഥമാക്കി. പുളുങ്ങുന്ന് ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ സെന്റിനറി എവറോളിംഗ് ട്രോഫി ഫുട്ബോൾ കോമ്പറ്റീഷനിൽ റണ്ണറപ്പായി നമ്മുടെ സ്കൂൾ തെരഞ്ഞെടുക്കപ്പെട്ടതും ഏറെ സന്തോഷത്തോടെ അറിയിക്കട്ടെ. ഹോളിക്യൂൻസ് പ്രൊവിൻസ് നടത്തിയ ചാവറ എവുപ്രാസിയ പ്രസംഗ മത്സരം കാറ്റഗറി എയിൽ നമ്മുടെ സ്കൂളിൽ നിന്നും ഏതൻസ് കറിയ വിനോദ് 3-ാം സ്ഥാനം കരസ്ഥമാക്കി. ബ്രൈറ്റ് ഫ്യൂച്ചർ 2K26 2023 ജൂൺ മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത
നമ്മുടെ ഒരു സ്കോളർഷിപ്പ് പരീക്ഷയാണ് ബ്രൈറ്റ് ഫ്യൂച്ചർ. GK, മലയാളം, ഇംഗ്ലീഷ്, IT വിഷയങ്ങളെ അടിസ്ഥാനമാക്കി LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നു. ഈ വർഷം 112 കുട്ടികൾ മത്സര പരീക്ഷ എഴുതിയതിൽ 11 കുട്ടികൾ 100%, 32 കുട്ടികൾ 90% മുകളിലും, 27 കുട്ടികൾ 80% മുകളിലും, 17 കുട്ടികൾ 60% മുകളിലും സമ്മാനങ്ങൾ നേടിയിരുന്നത് ഏറെ അഭിനന്ദനീയമാണ്. മാത്സ് മാസ്റ്റർ മൈൻഡ് 2K26 1 മുതൽ 4 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഗണിതത്തിനുള്ള ചിന്താശേഷിയും ക്രിയാശേഷിയും വർദ്ധിപ്പിക്കുന്നതിനായി ഒരു റിയാലിറ്റി ഷോ മോഡലിൽ വിവിധ റൗണ്ടുകളിലൂടെ കുട്ടികളെ കണ്ടെത്തുന്ന ഒരു മത്സര ഇനം ആണിത്. ഈ വർഷത്തെ നമ്മുടെ ഫൈനൽ പഠനോത്സവം 2026 മാർച്ച് 17 നടത്തപ്പെടുന്നു. വോയിസ് ഓഫ് അമലോത്ഭവ 46209. Voice of Amalolpava 46209. കേൾക്കാൻ പഠിക്കാൻ അറിവിൽ വളരാൻ. അമലോത്ഭവം ഈ വർഷത്തെ തനതു പ്രവർത്തനമായി എടുത്തത് ഒരു റേഡിയോ സ്റ്റേഷൻ എന്നതായിരുന്നു. ഏറെ അഭിമാനത്തോടെ പറയട്ടെ, എല്ലാ തടസ്സങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് നവംബർ 14 ശിശുദിനത്തിൽ ശിശുദിന സമ്മാനമായി നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ റേഡിയോ സമ്മാനിച്ചു. വോയിസ് ഓഫ് അമലോത്ഭവ 46209 കേൾക്കാൻ പഠിക്കാൻ അറിവിൽ വളരാൻ എന്നതിനെ അടിസ്ഥാനമാക്കി എല്ലാ ചൊവ്വാഴ്ചയും നമ്മൾ നടത്തിവരുന്നു. കുട്ടി ആർജെമാരുടെ ആകർഷകമായ അവതരണത്തിലൂടെ അമലോത്ഭവ കുരുന്നുകളുടെ മനസ്സിൽ ഇടം നേടിയ റേഡിയോ ആയി വോയിസ് ഓഫ് അമലോത്ഭവ മാറി. നന്ദിയോടെ ഈ വിദ്യാലയ മുത്തശ്ശിയുടെ എല്ലാവിധ പുരോഗതിക്കും നിലനിൽപ്പിനും കാരണഭൂതയായ അമലോത്ഭവ മാതാവിന്റെ കാരുണ്യവർഷത്തിനു മുൻപിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു. സ്നേഹ സാന്നിധ്യമായി എന്നും ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മദർ റവറൻഡ് സിസ്റ്റർ ജോളി തെരേസ് CMC സ്കൂളിന്റെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചും പ്രോത്സാഹിപ്പിച്ചും ഞങ്ങളോടൊപ്പമായിരിക്കുന്ന കർമ്മലീത്ത മഠത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളെ പിന്തുണച്ച് ഞങ്ങളുടെ കൂടെയായിരിക്കുന്ന മങ്കൊമ്പ് AEO ബഹുമാനപ്പെട്ട അനുപമ മാഡം, BRC ടീം, CRC കോർഡിനേറ്റർ ശ്രീജിത്ത് സാർ, ഈ വർഷം പ്രത്യേകമായി ഞങ്ങളെ സന്ദർശിച്ച് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് വിളിച്ചറിയിച്ചുകൊണ്ട് ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ സ്നേഹ ബഹുമാനപ്പെട്ട കോർപ്പറേറ്റ് മാനേജർ ബഹുമാനപ്പെട്ട ജോബി മൂലയിലച്ചൻ, KCSL അതിരൂപത ഡയറക്ടർ ജോജോ പള്ളിച്ചരയച്ചൻ എന്നിവരോടുമുള്ള നന്ദി അറിയിക്കട്ടെ. ഞങ്ങളെ സ്വന്തമായി കരുതി അമലോത്ഭവത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടൊപ്പമായിരിക്കുന്ന പുളുങ്ങുന്ന സെയിന്റ് മേരീസ് ഫൊറോന കുടുംബത്തിലെ എല്ലാ വൈദികരെയും നന്ദിയോടെ ഓർക്കട്ടെ. KG സെക്ഷൻ സ്മാർട്ട് ക്ലാസ് റൂം ആക്കുവാൻ ഞങ്ങൾക്ക് പ്രൊജക്ടർ സ്പോൺസർ ചെയ്ത സ്കൂൾ HM അന്നമ്മ ടീച്ചറിന്റെ മകൻ സെബിനെയും ഏറെ നന്ദിയോടെ ഓർക്കുന്നു. എന്നും അമലോത്ഭവത്തിന്റെ ശക്തിയായി നിലകൊള്ളുന്ന ഞങ്ങളുടെ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അഭ്യുദയകാംക്ഷികൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് അമലോത്ഭവത്തിന്റെ അഭിമാനമായി മാറുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞോമനകൾ, അവരുടെ മാതാപിതാക്കൾ ഏവരെയും നന്ദിയോടെ ഓർക്കുന്നു. എല്ലാറ്റിനുമുപരി ഞങ്ങളെ പൊന്നുപോലെ കാത്തു സംരക്ഷിക്കുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു.